മാർഗനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന് എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചിരുന്ന് തഖ്വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുർസലാത്തിലെ 29 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചു, ശക്തമായ ചൂട് മനുഷ്യനെ വിശ്വാസിയെ ഓർമ്മിപ്പിക്കേണ്ടത് റബ്ബിന്റെ അദാബിന്റെ കേന്ദ്രമായ നരകാഗ്നിയാണ് എന്നത്. നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ഭയാനകമാണ് നരകാഗ്നി എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അദാബിനെ കുറിച്ച് പ്രയോഗിച്ചത് തന്നെ ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ് എന്നാണ്. അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് പോലെ മറ്റൊരാളും ശിക്ഷിക്കയില്ല. അന്നവൻ പിടിച്ചു ബന്ധിക്കും പോലെ മറ്റൊരാളും പിടിച്ച് ബന്ധിക്കുകയുമില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. റബ്ബ് നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ വചനം ഓതിക്കൊണ്ട് നബിതങ്ങൾ പ്രത്യേകമായി സൂചിപ്പിച്ചു, ലൗ അന്ന ഖത്റതൻ, നരകത്തിൽ നിന്നുള്ള ഒരു തുള്ളി എങ്ങാനും ഖതറത് അലാ അഹ്ലി ദുനിയ ഖതറത് ഫിൽ അർളി ലഅഫ്സദത് അലാ അഹ്ലി ദുനിയ മഈശതഹും എന്നാണ്. സൂറത്ത് ആലി ഇംറാനിലെ വചനം നബിതങ്ങൾ ഓതിക്കൊണ്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന ആയത്ത് ഓതി നബിതങ്ങൾ, വിശ്വാസികളെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കേണ്ട ക്രമപ്രകാരം സൂക്ഷിക്കണം, മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ ആരും മരിക്കരുത് എന്ന ആലി ഇംറാൻ സൂറയിലെ ആയത്തോതിയ ശേഷം നബിതങ്ങൾ പറഞ്ഞു, ലൗ അന്ന ഖത്റതൻ മിന സഖൂം, സഖൂമിൽ നിന്നുള്ള ഒരു തുള്ളിയെങ്ങാനും ഈ ഭൂമിയിലേക്ക് ഉറ്റുവീഴുന്നുവെങ്കിൽ ലഅഫ്സദത് അലാ അഹ്ലി ദുനിയ മഈശതഹും, ദുനിയാവിലെ മുഴുവൻ ആളുകളുടെയും എല്ലാ ജീവിതോപാധികളും ഫസാദാകാൻ അത് മതിയാകുമെന്നാണ്. അത്രയേറെ ഭയാനകമാണ് നരകത്തിന്റെ ഓരോ അംശവും എന്നാണ് ഈ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ നരകത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും ഒക്കെ ധാരാളമായി നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. ഓതി വെച്ച വചനത്തിലും അതാണ്, ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹാ ജിമാലത്തുൻ സുഫർ. ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന തീപ്പൊരികൾ, ആ തീപ്പൊരിയെ പറ്റിയാണ് ഈ ആയത്ത്. ഇന്നഹാ തർമീ, ആ നരകം എറിയും, ആ നരകം പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാര സമാനമായ തീപ്പൊരികളെ അത് എറിഞ്ഞുകൊണ്ടിരിക്കും. നരകത്തിന് വരുന്ന തീപ്പൊരികൾ കൊട്ടാരം പോലെയാണ്. കഅന്നഹാ ജിമാലത്തുൻ സുഫർ, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങളാണ് ഇത് തോന്നിപ്പോകുമെന്നാണ്. കണ്ടാൽ ഒട്ടകക്കൂട്ടം ഒന്നാകെ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് പോലെ തോന്നുന്ന കൊട്ടാര സമാനമായ തീപ്പൊലികളാണ് ആ നരകം പുറത്തേക്ക് എറിയുന്നത്. അതിന് ഇന്ധനമാകട്ടെ മനുഷ്യരും കല്ലുകളുമാണ് എന്നാണ്.
സാധാരണ തീകളിൽ കല്ലിട്ടാൽ കെട്ടുപോകുമെങ്കിൽ നരകത്തീയിന്റെ ഇന്ധനമാണ്, വിറകാണ് കല്ലുകളും അതുപോലെ മനുഷ്യരുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിലെ കൂടെ ഇരിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാർ, ഒരു കല്ലത നരകത്തിലേക്ക് എറിയപ്പെട്ട കല്ല് 70 ഖരീഫ 70 മുഴമായി ആ കല്ല് അത് എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്ന് നരകത്തിലേക്ക് താഴ്ന്നു പോവുകയും ഇപ്പോൾ അത് നരകത്തിന്റെ അടിയിൽ എത്തുകയും ചെയ്തുവെന്ന് നബി തങ്ങൾ സ്വഹാബത്തിൽ പറഞ്ഞു കൊടുക്കുക ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അത്രയേറെ ആഴമുണ്ട് നരകത്തിന് എന്നർത്ഥം. ദുനിയാവ് തീയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നിങ്ങൾ ഉപയോഗിക്കുന്ന തീ നരകത്തീയിന്റെ 70 ഒരു അംശമാകുന്നു. സ്വഹാബിമാര് പറഞ്ഞു, നബിയെ ഇൻ കാനത് ലകാഫിയ, ഇത് തന്നെ ധാരാളമാണ് നബിയെ, ദുനിയാവ് തീ തന്നെ സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്തത്ര ചൂടേറിയതാണല്ലോ ഈ ദുനിയാവ് തീ തന്നെ. അതിന്റെ 70 മടങ്ങ് ചൂടെന്ന് പറയുമ്പോൾ അത് ഭയാനകമാണല്ലോ എന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, അതെ, അതിലെ ഓരോ ഇരട്ടിയും ഈ തീയ്ക്ക് സമാനമായ ഇരട്ടികളാണ് എന്ന് ഞങ്ങൾ പ്രത്യേകമായി അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ വ്യത്യസ്തമായ ഹദീസുകളിൽ, വ്യത്യസ്തമായ ശൈലികളിൽ നബിതങ്ങൾ അള്ളാഹുവിന്റെ വഹ്യ് പ്രകാരം ഈ നരകാഗ്നിയെ പറ്റി പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ലാ തസാലു ജഹന്നം യുൽഖാ ഫീഹാ, നബിതങ്ങൾ പറഞ്ഞു, ആ നരകത്തിലേക്ക് ആളുകൾ എറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ വിഭാഗം എറിയുമ്പോഴും നരകം പറയും, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, അധികമായി ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രവുമല്ല, നരകം ആർത്ത് ഇരുമ്പുമെന്ന്, ഒരു ശബ്ദമുണ്ടാക്കുമെന്നൊക്കെ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ദൂരെ നിന്ന് കാണുമ്പോഴേക്ക് സമിഉ ലഹാ തഗയ്യുറൻ വസഫീറ, അതിന് വലിയ ആർപ്പുവിളികളും പൊട്ടിത്തെറികളുമൊക്കെ കേൾക്കാനാകുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ശൈലികളിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നരകത്തെ പറ്റി താക്കീത് ചെയ്തു. ആ നരകാഗ്നിയിൽ അകപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ്, ഒരുക്കമാണ് വിശ്വാസികൾക്ക് നമ്മളൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടത്. വിശ്വാസ മേഖലയും കർമ്മ മേഖലയും സംസ്കാരങ്ങളുമെല്ലാം ഏത് സ്വീകരിക്കുമ്പോഴും ഇത് എന്റെ പരലോകം നഷ്ടപ്പെടുത്തുമോ, നരകാവകാശിയായി മാറാനിത് ഹേതുവായി മാറുമോ എന്ന ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. തൗഹീദിൽ വിശ്വാസ മേഖലയിൽ വരുന്ന ചെറിയ അപജയങ്ങൾ പോലും ഒരുപക്ഷെ എന്നേക്കുമായി സ്വർഗം നഷ്ടപ്പെടാൻ, സ്വർഗം ഹറാമാവാൻ, നരകം നിർബന്ധമാവാൻ നിമിത്തമായേക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പഠിപ്പിച്ചുവല്ലോ, റബ്ബിൽ പങ്കുചേർക്കുന്ന മനുഷ്യൻ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. റബ്ബിൽ പങ്കുചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവർക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ അഭയകേന്ദ്രം നരകമാണ് എന്നാണ്. സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗം ഹറാമാണ്. റബ്ബിന് സമർപ്പിക്കേണ്ട ഏതെങ്കിലും ഒരു ഇബാദത്ത് റബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ, പ്രാർത്ഥനകളോ നേർച്ചകളോ സത്യം ചെയ്യലോ സഹായാർത്ഥനകളോ ഇബാദത്തുകളോ ഏതും റബ്ബിന് സമർപ്പിക്കേണ്ടത് റബ്ബല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുവെങ്കിൽ അത് റബ്ബിൽ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അത്തരം ശിർക്ക് സംഭവിച്ചു പോയാൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, റബ്ബ് അവന് സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അത്തരം അക്രമികൾക്ക് സഹായികളായി ആരും തന്നെ ഇല്ല എന്ന് ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസരംഗത്ത് വരുന്ന അപജയങ്ങൾ എന്നേക്കുമായി സ്വർഗം നഷ്ടപ്പെടാൻ, നരകത്തിന് ഇന്ധനമായി മാറാൻ നിമിത്തമാകുമെന്നാണ് ഇത്തരം വചനങ്ങൾ നമ്മെ അറിയിക്കുന്നത്.
അതുപോലെ ബിദ്അത്തുകൾ, ഹറാമുകൾ, തോന്നിവാസങ്ങൾ, കബീറത്ത് വൻപാപങ്ങൾ അതെല്ലാം നരകം അനിവാര്യമാക്കുന്ന കാര്യങ്ങളാണ്. പലിശയും വ്യഭിചാരവും അതുപോലെയുള്ള തോന്നിവാസങ്ങളുമൊക്കെ നരകത്തിലേക്ക് മനുഷ്യത്താൻ നിമിത്തമായി നിശ്ചയിക്കപ്പെട്ട കാരണങ്ങളാണ്. അത്തരം തിന്മകൾ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. കബീറത്തായി വൻപാപമായി പരിചയപ്പെടുത്തപ്പെട്ട ഒന്നും ചെയ്യുന്നില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. ധാരാളം വൻപാപങ്ങൾ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 70 അതിലേറെയും വൻപാപങ്ങൾ ഹദീസ് അടിസ്ഥാനത്തിൽ, ഖുർആൻ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകമായി കിതാബ് എഴുതി തന്നെ താക്കീത് ചെയ്തതായി കാണാൻ കഴിയും. 7 എണ്ണം ഏറ്റവും വലിയ പാപങ്ങളാണ് എങ്കിൽ 70 അതിലേറെയോ പാപങ്ങൾ വൻപാപങ്ങളായി പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ചില പാപങ്ങൾ ചെയ്താൽ ഹദീസ് ആയത്തിലൊക്കെ കാണാം, അവന് സ്വർഗമില്ല, അവൻ നരകാവകാശിയാകുന്നു, റബ്ബ് പൊറുക്കയില്ല, റബ്ബിന്റെ കോപമുണ്ട്, റബ്ബിന്റെ ശാപമുണ്ട് തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ ഏതിനെ കുറിച്ചെല്ലാം വന്നുവോ അതൊക്കെ വൻപാപങ്ങളാണ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അത്തരം വൻപാപങ്ങളായി എണ്ണപ്പെട്ട ഒന്നും ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇമാം ദഹബി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, കിതാബുൽ കബായിർ, വൻപാപങ്ങൾ എന്ന പേരിൽ ഗ്രന്ഥമെഴുതിയപ്പോൾ 73 പാപങ്ങളെയാണ് അദ്ദേഹം വൻപാപങ്ങളായി അതിൽ പരിചയപ്പെടുത്തിയത്. അത്തരം പാപങ്ങളൊന്നും ജീവിതത്തിൽ വരുന്നില്ല എന്ന പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടാവണം. നന്മകൾ പക്ഷേ ഏറ്റവ്യത്യാസമുണ്ടാകും. എല്ലാവർക്കും ഒരേപോലെ നന്മകൾ ചെയ്യാൻ കഴിയണമെന്നില്ല, എന്നും എപ്പോഴും ഒരേ സാഹചര്യമാകണമെന്നില്ല. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഒരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴിവിന്റെ പരമാവധി നിങ്ങളത് പ്രാവർത്തികമാക്കുക. എന്നാൽ ഒരു കാര്യം ഞാൻ വിലക്കിയാൽ നിങ്ങളത് വെടിയുക എന്ന് പ്രത്യേകം പറഞ്ഞു. അവിടെ കഴിവിന്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടില്ല. കഴിവിന്റെ പരമാവധി വെടിയുക എന്നല്ല, അത് വെടിഞ്ഞേ പറ്റും. പാടില്ല എന്ന് പറഞ്ഞാൽ, ഹറാമാണെന്ന് പറഞ്ഞാൽ, കുഫറാണ്, ശിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയേ പറ്റും. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ സന്ദർഭവും സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാകും. ചിലർക്ക് ഫർള് മാത്രം ചെയ്യാനേ സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ചിലർ ഫർളിന്റെ കൂടെ അത്യാവശ്യമായ അനിവാര്യമായ സുന്നത്തുകൾ കൂടി ചെയ്തേക്കാം. ചില ഭാഗ്യവാന്മാർ എല്ലാ സുന്നത്തും ജീവിതത്തിൽ പാലിക്കാൻ തൗഫീഖ് ലഭിക്കുന്ന ആളുകളുമുണ്ടാകും. ചില നന്മകൾക്ക് മാത്രം ആവേശമുള്ളവരുണ്ടാകും, മറ്റു ചില നന്മകളിൽ അത് ലഭിക്കണമെന്നില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ കവാടമാണ് നന്മകളിൽ തുറന്നു കൊടുക്കുക എന്നാണ്. ചിലർക്ക് ഒരു പക്ഷെ നിസ്കാരത്തിന്റെ കവാടമായിരിക്കും തുറക്കുക. നിസ്കരിക്കാൻ വലിയ ആവേശമാണ്, ധാരാളമായി നിസ്കരിക്കും എന്ന ആ ഒരു ആവേശം മറ്റൊരാമതിൽ ലഭിക്കണമെന്നില്ല. ചില ആളുകൾക്ക് ഖുർആൻ പാരായണമായിരിക്കും, വേറെ ചില ആൾക്ക് ദിക്റുകളും ദുആകളും തസ്ബീഹും സ്വലാത്തുമായിരിക്കും, വേറെ ചില ആളുകൾ സദഖയുടെ ബാബായിരിക്കും, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യും. മറ്റു അമലുകൾ പക്ഷേ കുറച്ച് കുറവുണ്ടായേക്കാം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ഏത് കവാടം തുറക്കപ്പെട്ടാലും അത് ഖൈറാണ്. അത്തരം ഖൈറിന്റെ വഴികളിൽ പരമാവധി മുന്നേറാൻ നമ്മളൊക്കെ പരിശ്രമിക്കാം. ജീവിതം ചെറുതാണ്, ആയുസ് കുറച്ചേയുള്ളൂ. ഏത് സമയവും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകേണ്ടവരാണ്. ദുനിയാവിലെ ബഹളങ്ങളും വിവാദങ്ങളും ഇവിടുത്തെ അപശബ്ദങ്ങളും കോലാഹലങ്ങളും അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതിനിടയിൽ എപ്പോഴോ ആയുസ് കഴിഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവുകയും ചെയ്യും. ഈ ബഹളവും ഒച്ചപ്പാടൊക്കെ അതങ്ങനെ തുടരും. അത് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ വേറൊന്ന്. ദുനിയാവ് അങ്ങനെയാണ്, അത് അവസാനിക്കുന്നില്ല. ഒരു വിജയം കഴിഞ്ഞാൽ മറ്റൊന്ന് വരും, അത് കഴിഞ്ഞാൽ വേറൊന്നുണ്ടാകും. അങ്ങനെ ഈ വക ദുനിയവിയായ ബഹളങ്ങൾ, ഒച്ചപ്പാടുകൾ അത് നിലക്കൂല. അത് ഖിയാമത്ത് വരെ തുറന്നു പോകാവുന്നതാണ്. പക്ഷേ അതിനിടയിൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നില്ല എന്ന ഉറപ്പ് നമുക്ക് വേണം. എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ട്, നരകത്തിലേക്ക് പോകാവുന്ന ഒരു വഴിയും ഞാൻ സ്വീകരിക്കുന്നില്ല. എന്റെ വിശ്വാസം അല്ലാഹുവും റസൂലും പഠിപ്പിച്ച വിശ്വാസം തന്നെയാണ്. സ്വഹാബത്തും താബിഈങ്ങളും സ്വീകരിച്ച അതേ വിശ്വാസമാണ് ഞാനും സ്വീകരിച്ചത് എന്ന ഉറപ്പ് നമുക്ക് വേണം. അത് ദീനു പഠിക്കണം. അല്ലെങ്കിൽ നരകത്തിന്റെ ഇന്ധനമായി, അവിടുത്തെ വിറകായി നമ്മൾ മാറുന്ന, നമ്മുടെ മക്കൾ മാറുന്ന, കുടുംബം മാറുന്ന ഭയാനകമായ സാഹചര്യം ഉണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد സഹോദരന്മാരെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട്
മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച പ്രത്യേകമായ ദൗത്യമാണ് സ്വന്തത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് അല്ലാഹു തആല നമ്മോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഖു അൻഫുസകും, നിങ്ങളെ നിങ്ങൾ കാത്തു രക്ഷിക്കണം, വഅഹ്ലീകും നിങ്ങൾ കുടുംബത്തെയും നാറ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തു രക്ഷിക്കണം, രക്ഷപ്പെടുത്തണമെന്ന് റബ്ബ് നമ്മോട് പ്രത്യേകമായി ദൗത്യമായി ഏൽപ്പിക്കും. നമ്മൾ നരകത്തിന്റെ വിറകായി കൂടാ. നമ്മുടെ ഭാര്യയും മക്കളും ഒന്നും നരകത്തിന്റെ വിറകായി മാറാൻ പാടില്ല. നമ്മെ ഏൽപ്പിച്ച ദൗത്യമാണ്. മക്കൾ എന്തെങ്കിലും ആകട്ടെ, അവരെ കബറിലേക്ക് അവരല്ലേ ഉള്ളൂ എന്നല്ല വിചാരിക്കേണ്ടത്. ആ ദൗത്യം കൂടി അല്ലാഹു തആല കുടുംബനാഥന്മാരായ ആളുകളെ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, ഏൽപ്പിക്കപ്പെട്ട പ്രജകളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ് എല്ലാവരും എന്ന് നബി തങ്ങൾ വിശദീകരിച്ചു. ഒരു പുരുഷൻ തന്നെ കുടുംബത്തിലെ ഭരണകർത്താവാണ്. ആ കുടുംബാംഗങ്ങളെ പറ്റി അവനോട് നാളെ പരലോകത്ത് ചോദ്യമുണ്ട്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ, ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണകർത്താവാണ്. ആ ഭരണീയരെ കുറിച്ച് അവൾ ചോദിക്കപ്പെടുന്നതുമാണ് എന്ന്. നമ്മളൊക്കെ ഭരണകർത്താക്കളാണ്. നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തം കൂടി നമുക്കുണ്ട്. അവിടെ ദീനിന് കോട്ടം സംഭവിക്കുന്ന, അവിടെ സ്വർഗം നഷ്ടപ്പെടുന്ന, അവർ നരകത്തിന്റെ വിറകായി മാറാൻ നിമിത്തമായേക്കാവുന്ന ഒരു വഴിയിലേക്ക് മക്കളെ അയക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് അനിവാര്യമായും ഉണ്ടാകണം. വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ പഠിക്കാൻ പറഞ്ഞേക്കാൻ ഉള്ള സമയമാണ് ഇപ്പോഴൊക്കെ. അഡ്മിഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പല കോഴ്സുകളിലേക്ക് മക്കൾ പോകുന്നു. പഠിക്കണം, എല്ലാവരും പഠിക്കണം. പക്ഷേ എപ്പോഴും ഏത് ക്യാമ്പസ് തിരഞ്ഞെടുക്കുമ്പോഴും ഏത് കോഴ്സിലേക്ക് പറഞ്ഞേക്കുമ്പോഴും എന്റെ മകളുടെ സ്വർഗം ഇതോടുകൂടി നഷ്ടപ്പെടുന്നില്ല എന്ന ഉറപ്പ് വരുത്തിയിട്ട് വേണം ഏത് കോഴ്സാണെങ്കിലും ഏത് ക്യാമ്പസ് ആണെങ്കിലും തിരഞ്ഞെടുക്കേണ്ടത്. കണ്ടെത്ത ദൂരത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾക്കപ്പുറത്ത് പോലും കൊണ്ടുപോയി താമസിപ്പിച്ച് വർഷങ്ങൾ അവിടെ നിന്ന് അവസാന സർട്ടിഫിക്കറ്റും വാങ്ങി പോരുമെന്നല്ലാതെ അതോടുകൂടി ലിബറൽ ചിന്താഗതികൾ തലക്ക് കയറി, അതല്ലെങ്കിൽ ലഹരിയുടെ അടിമകളായി, വഴിവിട്ട ജീവിതത്തിന്റെ അടിമകളായി മാറി നമ്മുടെ മക്കളുടെ സ്വർഗം നഷ്ടമാകുന്നുവെങ്കിൽ, നരകാവകാശങ്ങൾ മാറുന്നുവെങ്കിൽ അത് അവർക്ക് മാത്രമല്ല നഷ്ടമുണ്ടാവുക, നമുക്ക് കൂടി അതിൽ ചോദ്യമുണ്ടാകും. നമ്മൾ കൂടി അതിന് മറുപടി പറയേണ്ടി വരുമെന്ന ഉറപ്പുണ്ടാകണം. മക്കൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ? അവിടെ ജുമായ്ക്ക് പോകാൻ സംവിധാനമുണ്ട്. പല ക്യാമ്പസിലും പഠിക്കുന്ന മക്കൾക്ക് വർഷങ്ങൾ ജുമായ പോലും ലഭിക്കുന്നില്ല. ജമാഅത്ത് ഏതായിരുന്നാലും നിസ്കരിക്കണമെന്ന ബോധം പോലും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നവരായി തിരിച്ചു വരുന്നു. എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഒരുപക്ഷെ ഡോക്ടറായി, എഞ്ചിനീയറായി, ഉന്നത ജോലി വാങ്ങി വന്നേക്കാം. പക്ഷെ അതിനപ്പുറത്ത് എല്ലാ മൂല്യങ്ങളും നഷ്ടപ്പെട്ട് ദീനിന്റെ എല്ലാ വഴികളിൽ നിന്നും പിറകോട്ട് പോയിട്ടാണ് അവർ പഠിച്ചു വരുന്നതെങ്കിൽ അത് ലാഭമല്ല, നഷ്ടം മാത്രമാണ്. ചെറിയ സ്കൂളുകളെ മുതൽ സംസ്കാരങ്ങൾ തകർന്നറിയുന്ന സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ മുതൽ LP സ്കൂൾ മുതൽ മക്കളെ ചേർക്കുന്ന നേരത്തെ പ്രത്യേകമായ ശ്രദ്ധ നമുക്കുണ്ടാവണം. ആ കൾച്ചർ നമ്മുടെ മക്കൾക്ക് പറ്റിയതാണോ, പരലോകം നഷ്ടപ്പെടാൻ നിമിത്തമാകുന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അവിടെയൊക്കെ തീരുമാനമെടുക്കാൻ. അതിലുപരി അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെ നമ്മെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് നമ്മുടെ കുടുംബം എന്നത്, നമ്മുടെ മക്കൾ എന്നത് ഒരു അമാനത്താണ്, ഏറ്റെടുത്താണ്. പടച്ച റബ്ബിന്റെ പേര് ഏറ്റെടുത്തതാണ് നമ്മുടെ ഭാര്യമാരെ. നമുക്ക് റബ്ബ് തന്നേൽപ്പിച്ച അമാനത്താണ് മക്കൾ എന്നത്. എന്തുമാകട്ടെ എന്നല്ല, അവിടെയൊക്കെ എനിക്കൊരു കടമയുണ്ട്, എനിക്കൊരു ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. ദീനീ വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ നൽകേണ്ടത് നൽകിയേ പറ്റും. അദ്ദിബ് വലദ കസബ്അൻ എന്നാണല്ലോ. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള 7 കൊല്ലം ഇന്ന മക്കൾക്ക് ആവശ്യമായ എല്ലാ അദബും നീ പകർന്നു കൊടുക്കണമെന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ബോധവാന്മാരാവണം. മദ്രസകളിൽ മക്കൾ പഠിക്കണം. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടും മദ്രസ സംവിധാനമുണ്ട്. എല്ലാ ദിവസവും മദ്രസയുണ്ട്, ഞായറാഴ്ച മാത്രമുള്ള മദ്രസയുമുണ്ട്. ഏതാണോ നമുക്ക് അനുയോജ്യമായത് അവിടെ മക്കളെ ചേർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അഡ്മിഷൻ ടൈമാണ്. ജാമിഅ അൽ ഹിന്ദ് പോലെയുള്ള ദീനി പഠന സംരംഭങ്ങൾ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് മിനിയൂട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായ ക്യാമ്പസ്, 1 രൂപ പോലും ഫീസ് കൊടുക്കാതെ മക്കളെ സമാധാനത്തോടെ താമസിപ്പിച്ച് ദീനു പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ അവിടെയുണ്ട്.
ഖുർആൻ അവർ പഠിക്കുന്നു, ഹദീസ് പഠിക്കുന്നു, വിശ്വാസം പഠിക്കുന്നു. അതോടൊപ്പം ഭൗതികമായ ഒരു നഷ്ടവും വരുന്നില്ല. പ്ലസ് ടുവും ഡിഗ്രിയും PG യും എല്ലാം അതിനെ കൂടെ എഴുതിയെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. ഒരു രൂപ പോലും ഫീസ് കൊടുക്കാതെ തീർത്തും സൗജന്യമായി മക്കൾക്കൂടെ പഠിക്കാം, ദീനും പഠിക്കും, ദുനിയാവിൽ കുറവോട്ട് വരുന്നുമില്ല. അത്തരം സാഹചര്യങ്ങൾ നാട്ടിലുണ്ടായിട്ടും ആ വഴിക്കൊന്നും ആലോചിക്കാതെ മറ്റേതെങ്കിലും വഴിക്ക് വിട്ട അവസാനം എന്റെ മകൻ നഷ്ടപ്പെട്ടു പോയി, എന്റെ മകന് സ്വഭാവം മോശമായി എന്നും പറഞ്ഞ മക്കളെയും കൂട്ടിക്കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. സമാനമായ ഒരുപാട് ദീനീ സംരംഭങ്ങൾ അവിടെയൊക്കെ നമ്മുടെ മക്കൾക്ക് വഴി ഉണ്ടാക്കി കൊടുക്കാൻ നാം പരിശ്രമിക്കുക. നമ്മളും പഠിക്കുക. ദുനിയാവിലുള്ള ആയുസ് മുഴുവനും ആ ആയുസ്സിലൊക്കെയും അല്ലാണ്ട് ദീന് പഠിക്കുന്ന, ആ ദീനിന്റെ കൂടെ സഹവസിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വേണം, കുടുംബത്തിന് വേണം. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുന്ന നല്ല മനുഷ്യന്മാർ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.